ഹലോ സ്പീച്ച് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന LGS എക്സാം എഴുതുന്ന ഏവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആവർത്തന ചോദ്യങ്ങളുടെ സീരീസാണുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 32/21 ആവർത്തന ചോദ്യങ്ങൾ നന്നായി പഠിക്കുക. അതിന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസാണ് നമുക്കുള്ളത്. വേഗം ആൻസേഴ്സ് വായിച്ച് നമുക്ക് പോവാം. റിവിഷൻ പോലെ നിങ്ങൾക്ക് വേഗം പഠിക്കാം. 2-3 ക്വസ്റ്റ്യൻ പേപ്പർ തുടർച്ചയായി ചെയ്യുന്നുണ്ട്. അത് മുഴുവൻ കാണണം. നിങ്ങൾക്ക് അതിൽ തന്നെ മാർക്ക് നല്ലവണ്ണം സ്കോർ ചെയ്യാൻ പറ്റും. ആവർത്തന ചോദ്യം ധാരാളം റിപ്പീറ്റ് ചോദിക്കുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശരേഖ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുമ്പിലാണ്? ആൻസർ 5 മണിക്കൂർ 30 മിനിറ്റ്. 5 മണിക്കൂർ 30 മിനിറ്റ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ആരവല്ലി. നെക്സ്റ്റ് വൺ, ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടി. അടുത്തത്, ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം ഏതാണ്? വൃഷ്ടിപ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം ഏതാണ്? വൃഷ്ടിപ്രദേശം. നെക്സ്റ്റ് വൺ, ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? രവി നദീതീരം. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? രവിയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? മാർച്ച് മെയ് മാസങ്ങളിലാണ്. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? മാർച്ച് മെയ് മാസങ്ങളാണ്. ഇന്ത്യയിലെ ഉഷ്ണകാലം മാർച്ച് മെയ് മാസങ്ങൾ. നെക്സ്റ്റ് വൺ, ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. പോയിന്റ് കലയമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാടാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? പോർച്ചുഗീസുകാർ. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? വിദേശീയർ പോർട്ടുഗീസുകാർ. 1957 കലാപം അറിയപ്പെടുന്നത് എന്താണ്? ശിപായി ലഹള എന്നാണ്. 1957 കലാപം അറിയപ്പെടുന്നത് ശിപായി ലഹള എന്നാണ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ അറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് വൺ, വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? രാജാറാം മോഹൻ റോയ്. ഒന്നുകൂടി, വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ് വൺ, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പൗരനായ രാഷ്ട്രപതി ആദ്യ മലയാളി ആരാണ്? KR നാരായൺ ആണ്. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നെക്സ്റ്റ് വൺ, മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? പാർട്ട് 3യിലാണ്. മൗലിക അവകാശങ്ങൾ പാർട്ട് 3. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അടുത്തത്, സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? നിയമാവകാശം. അസ്പൃശ്യത അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ, അയിത്തം, അതാണ് ആർട്ടിക്കിൾ 17. ഏത് അനുച്ഛേദപ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ളത്? ഏത് അനുച്ഛേദപ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ്
രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ ഉള്ള അധികാരം വരിക? അനുച്ഛേദം 352. അനുച്ഛേദം 352 ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. 93 സെപ്റ്റംബർ 13. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാരാണ്? സെക്രട്ടറി ജനറലാണ്. സെക്രട്ടറി ജനറലാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂർ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം, ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ചിന്നാർ, ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഡിസംബർ ഫെബ്രുവരി. ശൈത്യകാലം ഡിസംബർ ഫെബ്രുവരിയാണ്. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ല. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിൽ? AD 1859. 1857 നമുക്കറിയാം, മഹത്തായ വിപ്ലവം നമുക്കറിയാം അല്ലേ. അതിനുശേഷമാണ് 1859 ഡാറാസ് മിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായെന്ന് ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ് വൺ, ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ടൂറിസം ഇപ്പോൾ വിഴിഞ്ഞം ഇല്ലേ ഒക്കെ വരുന്നുണ്ട്. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നെക്സ്റ്റ് വൺ, ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ടാണ്. മെഗാവാട്ടാണ് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി. നെക്സ്റ്റ് വൺ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാർ. സ്വകാര്യ മേഖലയിൽ മണിയാറാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കൊച്ചി 20 പോയിൻറ്റ്. കൊച്ചി 20 പോയിൻറ്റ്. ദേശീയപാത 85, കൊച്ചി 20 പോയിൻ്റാണ്. നെക്സ്റ്റ് വൺ, അയ്യങ്കാളി ജനിച്ച ദിവസം ഏതാണ്? അയ്യങ്കാളി ജനിച്ച ദിവസം ഏതാണ്? 1863 ഓഗസ്റ്റ് 28. 1863 അയ്യങ്കാളി ജനിച്ച ദിവസം 1863 ഓഗസ്റ്റ് 28. നെക്സ്റ്റ് വൺ, സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാരാണ്? വൈകുണ്ഠസ്വാമിയാണ്. വൈകുണ്ഠസ്വാമിയാണ്. അക്കമ്മ ചെറിയാൻ എഴുതിയ അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആർ പാർവതീദേവി. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയ ആരാണ്? ആർ പാർവതീദേവി. അടുത്തത്, ആഗമാനന്ദ അന്തരിച്ച വർഷം. ആഗമാനന്ദ അന്തരിച്ച വർഷം ഏതാണ്? 1961. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. വൈകുണ്ഠസ്വാമി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. സംഘടിക്കുക, അത് ആറ്റിങ്ങൽ കലാപമാണ്. നെക്സ്റ്റ് വൺ, ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. നെക്സ്റ്റ് വൺ, കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? 1909 ജനുവരി 11. കുണ്ടറ വിളംബരം 1909 ജനുവരി 11. 809 കുണ്ടറ 809. നെക്സ്റ്റ്, ചാനാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ്? 1959 ജൂലൈ 26. 1959 ജൂലൈ 26. നെക്സ്റ്റ് വൺ, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. നെക്സ്റ്റ് വൺ, മനുഷ്യശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശം. രക്തപരിണ വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോങ്ങറ്റ. മെഡുല്ല ഒബ്ലോങ്ങറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? മയോളജി.
മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏതാണ്? സിയും ഡിയും. പിന്നെ എയും ബിയും ഒന്നും മൂത്രത്തിൽ വിസർജിക്കപ്പെടുന്ന ജീവകമല്ല. മൂത്രത്തിൽ വിസർജിക്കപ്പെടുന്ന എന്തായിരിക്കണം? അത് അസുഖമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വിസർജിക്കപ്പെടാറുള്ളൂ അല്ലേ. യൂറിയാണ് പുറത്തേക്ക് വരിക. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിനാണ്. സഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചതെന്നാണ്? 2015 ഓഗസ്റ്റ് 25. സഹദ് 2015 ഓഗസ്റ്റ് 25. റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലൂടെ പ്രതിപാദ്യ വിഷയം ഏതാണ്? DDT. അടുത്തുള്ള നെഗറ്റീവ് ചാർജുള്ള കണം എന്താണ്? ഇലക്ട്രോൺ ആണ്. തോറിയത്തിൻ്റെ അയിര് ഏതാണ്? മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം ഏതാണ്? സോപ്പ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ അവസ്ഥ. ഊർജ്ജം അളക്കുന്ന യൂണിറ്റ് ജൂൾ. തുല്യ സമയത്തിൽ തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനം എന്താണ്? സമചലനമല്ല, മന്ദീകരണ ചലനമല്ല, അസമന ചലനവുമല്ല. ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിക്ക് പറയുന്ന പേരെന്താണ്? ബലം. സൗരയൂഥം പിന്നിട്ട് ആദ്യ മനുഷ്യ പേടകം ഏതാണ്? വോയേജർ 1. താഴെ കൊടുത്ത സംഖ്യയിൽ 12 ഗുണനം ഏതാണ്? നമുക്കതിൻ്റെ ആൻസർ പറയുന്നില്ല, ഞാനിവിടെ വളരെ എക്സാം വേഗം അടുത്ത സമയമുണ്ട്, ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ തീർച്ചയായിട്ടും കാണും.